ഹരേ കൃഷ്ണ. സത്യം പരം ധീമഹി. ഹരിദ്വാറിൽ നടന്ന ശ്രീനാരദ സനകാദി സംവാദത്തിൽ ശ്രീനാരദ മഹർഷി സനകാദികളോട് ചോദിക്കുന്നുണ്ട്, ഭാഗവത കഥാശ്രവണം എത്ര ദിവസം കൊണ്ട് നടത്തണമെന്ന്. അതിന് സനകാദികൾ പറയുന്ന മറുപടി, ഭാഗവത കഥാശ്രവണത്തിന് ദിവസം നിർണയമില്ല, എപ്പോഴും ജീവിത അവസാനം വരെയും കേൾക്കാൻ യോഗ്യതയുള്ള ഒരു കഥയാകുന്നു ശ്രീമദ് ഭാഗവതം. അർത്ഥമറിയാതെ കേട്ടാൽ തന്നെ ശ്രീഹരി നമ്മുടെ ചിത്രത്തിൽ വാസമുറപ്പിക്കും. അപ്പോൾ പിന്നെ അർത്ഥം അറിഞ്ഞ് കേൾക്കുന്നവരുടെ കാര്യം പറയാനുണ്ടോ? യോഗികൾ പോലും നിർവികൽപ്പ സമാധിയിൽ അനുഭവിക്കുന്ന ആ ഒരു ആനന്ദം നമുക്കും ഭാഗവത കഥാശ്രവണത്തിലൂടെ ലഭിക്കുമെന്നാണ്. കൂടാതെ പല വിഷയങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ മനസ്സിനെ അതിൽ നിന്നെല്ലാം പിൻവലിച്ച് ആ പരമാത്മ ചൈതന്യത്തിൽ സംയോജിപ്പിക്കാനുള്ള ഒരു ദിവ്യ ശക്തി ആ ഭാഗവത കഥാശ്രവണത്തിന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കഥയ്ക്കും അതിനുള്ള ആ ഒരു ദിവ്യശക്തി ഇല്ല എന്ന് സനകാദികൾ ഉറപ്പിച്ചു പറയുന്നു. ശ്രീശുക പരീക്ഷ സംവാദ രൂപത്തിലാണ് നമുക്ക് ഭാഗവതം ലഭിച്ചിട്ടുള്ളത്, അല്ലേ? അതെല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. അപ്പോൾ ആ ശുഗശാസ്ത്രം എത്ര കാലം നമ്മുടെ ചെവിയിലെത്താതിരിക്കുന്നു, അതുവരെ ആ ആത്മതത്വത്തെ അറിഞ്ഞില്ല എന്നൊരു ദോഷം നിമിത്തം നമ്മളിങ്ങനെ ഈ സംസാര ചക്രത്തിൽ നിന്ന് വട്ടം തിരിയും. എപ്പോൾ ആ ശുഗശാസ്ത്രം നമ്മുടെ ചെവിയിലെത്തുന്നു അതുവരെ ആ ഒരു നിമിഷം മുതൽ നമ്മൾ ഈ സംസാര ചക്രത്തിൻ്റെ ആ ഭ്രമണം ഒന്ന് അവസാനിപ്പിച്ച് നമ്മൾ ഭഗവാനിലേക്ക് എത്തുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ആ ഭാഗവത കഥാശ്രവണത്തിനും അല്ലെങ്കിൽ ഭാഗവതം പാരായണം ചെയ്യാനും വായിക്കാനുമുള്ള ആ മഹാഭാഗ്യം, ആ ഒരു വലിയൊരു മനസ്സ് ഭഗവാൻ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം പരം ധീമഹി.